അനന്തപുരിയിൽ ഒരു ദിവസം താമസിക്കാനായി രേവതി എത്തുകയാണ്. അനാമിക മോളുടെ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. നയനെ, അനാമിക അടുക്കളയിൽ കയറാത്തോണ്ട് നീ വേണം രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നീ പോയി രേവതിക്ക് കഴിക്കാൻ പാലും ഫ്രൂട്ട്സും ഒക്കെ എടുത്തു കൊടുക്ക്. അങ്ങനെ ജാനകി നയനയോട് കൽപ്പിക്കുകയാണ്. അത് കേട്ട് അനാമിക, ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയുണ്ടാവും അമ്മേ. ഇപ്പൊ ഇവള് ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ, മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ അല്ലേ എന്ന് പറയുമ്പോൾ, എനിക്കിതൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ല അനാമികെ, ഞാൻ എടുത്തു കൊണ്ടുപോയി കൊടുത്തോളാം അമ്മയ്ക്ക് പാലും ഫ്രൂട്ട്സും ഒക്കെ എന്ന് മറുപടി കൊടുത്ത് നയന കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നയന പാലും ഫ്രൂട്ട്സും ഒക്കെ എടുത്തു വയ്ക്കുന്നത് കണ്ടുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുവാണ്. ആർക്കാ ഈ പാലും ഫ്രൂട്ട്സും ഒക്കെ? എനിക്ക് വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും വേണ്ട നിന്റെ കൈകൊണ്ട് കാച്ചിയ പാല്. എന്ത് വിശ്വസിച്ചാ ഞാൻ ഈ പാല് കുടിക്കേണ്ടത്? നിന്റെ കൈകൊണ്ട് കാച്ചിയ പാല് കുടിച്ചല്ലേ ദേവേശിയുടെ കരള് പോയത്. ഞാനിത് കുടിച്ചാ എന്റെ കിഡ്നി ആയിരിക്കും ഇനി പോകുന്നേ എന്ന് ചോദിക്കുവാണ് രേവതി. അതിന് ഞാനിതില് ഒന്നും കലർത്തിയിട്ടില്ലല്ലോ അനാമികയുടെ അമ്മ. ഈ പാല് കുടിച്ചെന്ന് കരുതി നിങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് നയന പറയുമ്പോ, എനിക്ക് വേണ്ടടി നീ കാച്ചിയ പാല്. ഈ ഫ്രൂട്ട്സ് ഒക്കെ വൃത്തിയായിട്ട് കഴുകാൻ നിനക്കറിയില്ലടി. ഇത് മനുഷ്യന്മാർക്ക് കഴിക്കാനുള്ളത് തന്നെയാണോ? ഒന്നാമത് നിനക്ക് വൃത്തിയില്ല. കയ്യിൽ ഗ്ലൗസ് ഇട്ട് വേണം അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ വൃത്തികെട്ട കൈകൊണ്ട് ആ കൈകൊണ്ടെടുത്ത ഫ്രൂട്ട്സ് എനിക്ക് വേണ്ടടി എന്നു പറഞ്ഞ രേവതി നയനയോട് തട്ടിക്കയറുവാണ്. അത് കേട്ട് അനാമികയും നവ്യൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. എടി, എൻ്റെ അമ്മ വൃത്തിയില്ലാതെ ഉണ്ടാക്കിയ ഒരു ആഹാര സാധനങ്ങളും എൻ്റെ വീട്ടിൽ പോലും കഴിക്കാറില്ല. ഇനി മേലിൽ ഇങ്ങനെ ചെയ്തേക്കരുത്. എന്നിട്ട് വേറെ ഫ്രൂട്ട്സും പാലും അറേഞ്ച് ചെയ്യ്. അങ്ങനെ അനാമിക കൽപ്പിക്കുവാണ്. എന്താ നയനെ ഇതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതെ നിൽക്കുന്നേ? ഇവർക്ക് കണക്കിന് കൊടുക്കാൻ നിനക്കറിയില്ലേ? ഇവര് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇവര് കഴിക്കണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. നീ വേറെ ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നു പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ നയനാന്ന് പറയുന്നവള് വൃത്തിയില്ലാതെ കൊണ്ടുവച്ച ഈ ഫ്രൂട്ട്സ് ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല, ഈ പാലും കഴിക്കില്ല എന്നു പറഞ്ഞ രേവതി അതൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുവാണ്. അത് കണ്ട് നയനയും നവ്യൊക്കെ ആകെ ഷോക്കായി നിൽക്കുവാണ്. എനിക്ക് നിന്നോട് സംസാരിച്ചു നിൽക്കാൻ സമയമൊന്നുമില്ല. എനിക്കുടനെ നല്ല വൃത്തിയുള്ള പാലും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കി കിട്ടണം എന്ന് രേവതി വാശി പിടിക്കുവാണ്. അത് കേട്ടോണ്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രേവതി വേസ്റ്റാക്കിയ ഫ്രൂട്ട്സ് കണ്ട് ദേവ്യാനിക്ക് നല്ല ദേഷ്യം വരുവാണ്. ആരാ ഇതൊക്കെ വലിച്ചെറിഞ്ഞത്? പണം കൊടുത്തു വാങ്ങിയ സാധനങ്ങളാ ഇത്. അത് തോന്നിയതുപോലെ വലിച്ചെറിയാൻ ഈ വീട്ടിൽ ആർക്കാ ഇത്ര ധൈര്യം എന്നൊക്കെ ദേവ്യാനി ചോദിക്കുമ്പോ നവ്യ രേവതി കാണിച്ചതൊക്കെ വിവരിച്ചു കൊടുക്കുവാണ്. രേവതിക്ക് വേണ്ടി നയന അടുക്കളയിൽ കയറിയത് തന്നെ വലിയ തെറ്റാണ്. അതൊക്കെ ചെയ്യേണ്ടത് എന്റെ മരുമകളാണോ? ജാനകിയുടെ മരുമകളല്ലേ? പിന്നെന്തിനാ നയന അടുക്കളയിൽ കയറിയത്? എടി രേവതി, നിനക്ക് കഴിക്കാൻ പാലും ഫ്രൂട്ട്സും ഒന്നും ഇവിടെ വേറെ ഇരിപ്പില്ല. മേശപ്പുറത്തിരിക്കുന്നത് പ്രഗ്നന്റ് ആയ നവ്യമോൾക്ക് കഴിക്കാനുള്ളത് മാത്രമാണ്. അതിനൊന്നുപോലും ഈ രേവതിക്ക് എടുത്ത് കൊടുത്തേക്കരുത്. അങ്ങനെ രേവതിക്ക് മറുപടി കൊടുത്ത് ദേവയാനി അകത്തേക്ക് പോവുകയാണ്. അമ്മായി പറഞ്ഞതൊക്കെ നിങ്ങളൊക്കെ കേട്ടില്ലേ? ഇതൊക്കെ ഗർഭിണിയായ എനിക്ക് കഴിക്കാനുള്ളതെന്നാ. നയനെ, ഇനി മേലില് ആ തള്ളയ്ക്ക് ഇതിനൊന്നും എടുത്തു കൊടുത്തേക്കരുത് എന്ന് നയനെ ഉപദേശിച്ച് നവ്യയും പോവാണ്. പിന്നീട് രേവതി ദേവയാനിയുടെ മുന്നിൽ ചുറ്റിത്തിരിയുന്നത് ദേവയാനി തന്നെ കാണുകയാണ്. ഇവർ ഈ വീട്ടിലേക്ക് വന്നത് വെറുതെ ഒന്നുമല്ല. എൻ്റെ ആഭരണങ്ങളിലാണ് ഇവരുടെ കണ്ണ് മൊത്തം. ഇവരുടെ ഈ തനി നിറം എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ ദേവയാനി മനസ്സിൽ തീരുമാനിക്കുവാണ്. കുറച്ചു നേരത്തിനുള്ളിൽ ദേവയാനി നിറയെ മുക്കുപണ്ടങ്ങളുമായി അനാമികയുടെ മുന്നിലേക്ക് വരുവാണ്. അത് കണ്ട് അനാമികയും രേവതിയൊക്കെ കണ്ണു തിളങ്ങി നിൽക്കുവാണ്. അല്ല, ഇതൊക്കെ ആരുടെ സ്വർണ്ണമാണ്? വല്യമ്മയുടേതാണോ? ആർക്ക് കൊടുക്കാനാ വല്യമ്മ എന്ന് അനാമിക ചോദിക്കുവാണ്. ഇത് ആർക്കും കൊടുക്കാനൊന്നുമല്ല മോളെ, എനിക്കിടാൻ തന്നെയാണ്. ഞാൻ വെറുതെ ഷെൽഫിൽ നിന്ന് പൊടി തട്ടി എടുത്തന്നേയുള്ളൂ. ഇതെന്റെ മുറിയിൽ തന്നെ സൂക്ഷിക്കാൻ പോവാ എന്നു പറഞ്ഞ ദേവയാനി അതൊക്കെ എടുത്ത് തന്റെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ശേഷം അനാമികയ്ക്കും രേവതിക്കും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വിധം ദേവയാനി അത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമുക്കിന്നു രാത്രി തന്നെ ആ സ്വർണം കൈക്കലാക്കണമേ, ഞാൻ അച്ഛനെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനാമിക പറഞ്ഞപ്പോ രേവതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. അങ്ങനെ അന്ന് രാത്രി രേവതി അനാമികയും കൂടി ദേവയാനിയുടെ റൂമിൽ കയറി ആ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. ദേവയാനി അത് കണ്ടിട്ട്
ഉറക്കനടിച്ചു കിടക്കുവാണ്. പിന്നീട് രേവതി വേണുവിന് വാതില് തുറന്നു കൊടുത്ത് ആ മുക്കുപണ്ടങ്ങളൊക്കെ അയാളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. നാളെ രാവിലെ തന്നെ അച്ഛൻ ഇതെല്ലാം വിറ്റ് പണമാക്കി മാറ്റിയിരിക്കണം. ആർക്കൊരു സംശയവും തോന്നാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുവാണ് അനാമിക. അങ്ങനെ അടുത്ത ദിവസം തന്നെ വേണു അതൊക്കെ എടുത്തോണ്ട് പോയി ഒരു ഷോപ്പിൽ കൊടുക്കുവാണ്. അവിടെ വിൽക്കാൻ ചെന്നപ്പോ അവരത് ഉരച്ചു നോക്കി പോലീസിനെ വിവരം അറിയിക്കുവാണ്. പോലീസുകാരാണെങ്കിൽ വേണുവിനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് ഇടിച്ചൊരു പരുവാക്കുന്നുണ്ട്. മുക്കുപണ്ടം പണയം വയ്ക്കാൻ വന്നതാണെന്ന് അനാമികയോടും രേവതിയോടും വേണു തന്നെ വിളിച്ചറിയിക്കുന്നുണ്ട്. എടി, നീ എന്താ പറഞ്ഞത്? ഇത് ദേവയാനിയുടെ സ്വർണ്ണമാണെന്നോ? വിറ്റ കോടികൾ കിട്ടുമെന്നോ? ഇതൊക്കെ വെറും റോൾഡ് ഗോൾഡ് ആടി. ഇതൊക്കെ വിറ്റാല് 10,000 രൂപ പോലും തികച്ചെടുക്കാൻ കിട്ടില്ല എന്ന് വേണു പറയുമ്പോ, അങ്ങനെ വരാൻ വഴിയില്ല ഷാ. വല്യമ്മയുടെ കയ്യില് നിറയെ സ്വർണ്ണം ഉള്ളതല്ലേ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല മോളെ. പോലീസുകാര് എന്നെ ഇടിച്ചൊരു പരുവാക്കിയത് കണ്ടില്ലേ? ഇനി ഇത് നമ്മുടെ കയ്യിൽ വച്ചാലേ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നാ എനിക്ക് തോന്നുന്നേ. മോളിത് പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ റൂമിൽ തന്നെ തിരിച്ചു വച്ചേക്ക് എന്ന് വേണു പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ആ മുക്കുബണ്ടവുമായി അനാമിക അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ആരും കാണാതെ എടുത്ത സ്ഥലത്ത് തന്നെ അത് തിരിച്ചു വയ്ക്കാൻ അനാമിക തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രി ദേവയാനി ഉറങ്ങിയതിനു ശേഷം അനാമിക അതൊക്കെ എടുത്ത് അവരുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ആ സമയം ദേവയാനി ലൈറ്റിട്ട് വീട്ടിലെ എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ്. അങ്ങനെ ദേവയാനിയുടെ ബഹളം കേട്ട് ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോ അനാമിക ആഭരണങ്ങൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് അവരൊക്കെ കാണുന്നുണ്ട്. അനാമിക, എന്താ ഇതൊക്കെ? നീ എന്തിനാ ഏട്ടത്തിയുടെ റൂമിൽ വന്ന് ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നേ എന്ന് ജാനകി ചോദിക്കുമ്പോ, അതമ്മേ, ഞാൻ ഈ ആഭരണങ്ങള് വെറുതെ എടുത്ത് നോക്കിയതാ. ഇതാ വല്യമ്മേ എന്ന് പറഞ്ഞ അനാമിക അത് തിരിച്ചു കൊടുക്കുവാണ്. ഈ പാതിരാത്രിയിലോ? ഇത് എന്റെ ആഭരണങ്ങളാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സ്വർണമാണോന്ന് മോനെ ആദർശേ നീ ഒന്ന് ചെക്ക് ചെയ്യ് എന്ന് ദേവയാനി ആവശ്യപ്പെടുവാണ്. ഏട്ടത്തി, എന്താ ഇത്? അനാമിക മോള് ഏട്ടത്തിയുടെ റൂമിൽ കയറിയെന്ന് വിചാരിച്ച് അവൾ ഇങ്ങനെ കള്ളിയാക്കാനൊന്നും ആരും നിക്കണ്ട. ഇങ്ങനെ സംശയിക്കാൻ പാടില്ല മോളെ. ചുമ്മാ എടുത്ത് നോക്കിയതാണെന്ന് അനാമിക മോള് പറഞ്ഞത് കേട്ടില്ലേ? ആഭരണങ്ങൾ തന്നെയത്. അതിനെ ഉരച്ചു നോക്കാനൊന്നും നിക്കണ്ട എന്നു പറഞ്ഞ് ജാനകി ദേവയാനിയോട് ദേഷ്യപ്പെടുവാണ്. അനാമിക, എന്തായാലും വെറുതെ നീ മുറിയിൽ കയറില്ലല്ലോ. ജാനകി, ഇതിലെന്തോ ചതിയുണ്ട്. ദേവയാനിക്ക് സംശയമുണ്ടെങ്കിൽ അതൊക്കെ സ്വർണ്ണമാണോന്ന് നമുക്ക് പരിശോധിച്ചേ പറ്റൂ എന്ന് ജയേട്ടൻ കൂടി പറഞ്ഞപ്പോ ആദർശ് അതൊക്കെ ചെക്ക് ചെയ്യാനായി കൊണ്ടുപോവാണ്. പിന്നീട് അത് ചെക്ക് ചെയ്ത് മുക്കുബണ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് തിരിച്ചു വരുവാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, അനാമിക ഈ വീട്ടിൽ നടത്തിയിരിക്കുന്നത് മോഷണം മാത്രമല്ല, എന്റെ ലക്ഷങ്ങൾ വില വരുന്ന സ്വർണ്ണമാണ് ഇവള് വിറ്റിട്ട് പകരം മുക്കുമണ്ടം കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി ജാനകിക്ക് എന്താ പറയാനുള്ളത്? സ്വന്തം മരുമകളെ ന്യായീകരിച്ച് നിനക്കിനിയും മതിയായില്ലേടി ജാനകി എന്ന് പറഞ്ഞ് ദേവയാനി ചൂടാവുന്നുണ്ട്. അനിയുടെ അമ്മ ഈ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. സത്യമായിട്ടും ഞാൻ മുക്കുബണ്ടം ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. വല്യമ്മ സ്വർണമെന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്നതൊക്കെ വെറും മുക്കുബണ്ടം തന്നെയായിരുന്നു. വല്യമ്മയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളി. അങ്ങനെ അനാമിക പറഞ്ഞപ്പോ അതിഷ്ടപ്പെടാതെ ജാനകി അവളുടെ കരണം അടിച്ചു പൊട്ടിക്കുവാണ്. മുക്കുവണ്ടം കൊണ്ടുവച്ചതും പോരാ, നീ എന്റെ ഏട്ടത്തിയെ കള്ളിന്ന് വിളിക്കുന്നോടി. നിന്റെ സമ്പത്തും കുടുംബമഹിമയും കണ്ട് മരുമകളാക്കിയതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണേ ഈ വീട്ടിൽ നിന്ന്. എടാ അനി, ഇവളെ വിളിച്ചോണ്ട് പോടാ എന്ന് ജാനകി കൽപ്പിക്കുവാണ്. അമ്മ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. അമ്മയെങ്കിലും വിശ്വസിക്കണം. ഞാൻ പറയുന്നതാണ് സത്യം. ആദർശേട്ടന്റെ അമ്മയുടെ അടുത്ത് കോടികളും സ്വർണവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ? അതൊക്കെ പച്ച കള്ളമാണ്. എല്ലാം മുക്കുപണ്ടങ്ങളാമേ. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോലും 5,000 തികച്ചെടുക്കാനുണ്ടാവൂന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്നെ വിശ്വസിക്കമ്മേ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോ ജാനകി ഒന്നുകൂടി അവളെ തല്ലുകയാണ്. എടി, നീ എന്റെ ഏട്ടത്തിയെ പറ്റി പറഞ്ഞാ ഞാനത് കേട്ടോണ്ട് നിൽക്കുമെന്ന് കരുതിയോ? ഏട്ടത്തിയെ പറ്റി എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് ഇന്നലെ കയറി വന്ന നിനക്കാണോടി. കോടികളുടെ ആഭരണങ്ങൾ അണിഞ്ഞാണ് എന്റെ ഏട്ടത്തി ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് ഒന്നേ അറിയാനുള്ളൂ, നീ മോഷ്ടിച്ച ഏട്ടത്തിയുടെ ആഭരണങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വിറ്റ് തൊലച്ചു? ആ കാശ് എവിടെ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിയിച്ച ആഭരണങ്ങളാണ് അനാമിക കൊണ്ടുപോയി വിറ്റ് തൊലച്ചിരിക്കുന്നത്. ഇവള് കൊണ്ടുവച്ച മുക്കുവണ്ടം അത് ആർക്ക് വേണം? ഇനി ഇതിന്റെ മാസ്റ്റർ പ്ലാനൊക്കെ ആ രേവതി എന്ന് പറയുന്നവളായിരിക്കും എന്ന് ചോദിക്കുവാണ് ദേവയാനി. ദേ വല്യമ്മേ, എന്റെ അമ്മയെ പറ്റി പറയരുത്
എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളല്ലേ ഈ മുക്കുപണ്ട് കാണിച്ച് സ്വർണ്ണമാണെന്ന് കള്ളം പറഞ്ഞത് എന്ന് അനാമിക ചോദിക്കുവാണ്. എടി, സ്വർണം കൊണ്ടുപോയി വിറ്റിട്ട് നീ എന്റെ ഭാര്യയെ കള്ളിയാക്കുന്നോ? അച്ഛാ, ഇത് വെറുതെ വിട്ടാൽ ശരിയാവില്ല. പോലീസിൽ അറിയിക്കേണ്ട കേസാ ഇത്. ഇനി ഈ വീട്ടിൽ സ്ത്രീകളില്ലേ, അവരുടെയൊക്കെ സ്വർണം അനാമിക തട്ടിയെടുക്കില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ ജയേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അനാമിക നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. നീ എന്തിനാടി ജയേട്ടനെ നോക്കി പേടിപ്പിക്കുന്നേ? ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഈ നാശം പിടിച്ചവളെ ഇറക്കി വിടണം. ഇനി ഇവളെന്റെ മരുമകളാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എന്താടാ നീ നോക്കി നിൽക്കുന്നേ? പിടിച്ചിവളെ പുറത്താക്കടാ എന്നൊക്കെ ജാനകി കൽപ്പിക്കുവാണ്. അമ്മയുടെ നിർബന്ധം കാരണമല്ലേ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. എന്നിട്ടിപ്പോ അമ്മ പറയുമ്പോ ഞാൻ ഇവളെ ഇറക്കി വിടണം, എന്നിട്ട് വീണ്ടും തിരിച്ചു വിളിക്കാനല്ലേ? എനിക്ക് പറ്റില്ല അമ്മേ. അമ്മ തന്നെ എന്താന്ന് വെച്ചാ ചെയ്തോ എന്നനി പറയുകയാണ്. ജാനകി, അനാമിക പെരും കള്ളിയായാലും ഇപ്പോഴും നിന്റെ മരുമകള് തന്നെയല്ലേ. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് പറിച്ചെറിയാൻ പറ്റുന്ന ബന്ധുവാണോ അനാമികയും നീയും തമ്മിലുള്ളത് എന്ന് ദേവയാനി പറയുമ്പോ എന്ന് കരുതി ഇവളുടെ എന്ത് തോന്നിയാസവും സഹിക്കാൻ എനിക്ക് പറ്റില്ല ഏട്ടത്തി. നാട്ടുകാരറിഞ്ഞ നാണക്കേട് എനിക്കല്ലേ. എന്റെ മരുമകള് കള്ളിയാണെന്ന് അവരോടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ ഇറങ്ങിക്കോണേ ഇവിടെന്ന്. ആ നയനമോളെ എന്റെ മരുമകളായി കിട്ടിയാൽ മതിയായിരുന്നു. മോനെ ആദർശേ, ഇവളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കളയടാ. എനിക്ക് കാണണ്ട ഈ അസത്തിനെ എന്ന് പറഞ്ഞ് ജാനകി അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ വന്ന്, ജാനകി നിർത്ത്. ഈ അനാമിക എന്ന് പറയുന്നവള് നിന്റെ മരുമകള് തന്നെയല്ലേ? അനാമിക നിന്റെ മരുമകളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഈ വീട്ടിലെ അവസാന തീരുമാനം എന്റേത് മാത്രമാണ്. അനാമികയെ പുറത്താക്കാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ദേവയാനിയുടെ സ്വർണം വിറ്റ് തൊലച്ചിട്ട് അവൾ ഈ വീട്ടിൽ കഴിയാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പകരം അവള് മുക്കുപണ്ടുമല്ലേ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ദേവയാനി മോളെ, നിനക്ക് എത്ര ലക്ഷത്തിന്റെ ആഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുവാണ്. എല്ലാം കൂടി ഒരു 85 ലക്ഷം കാണും അച്ഛാ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണമാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം എല്ലാം പോയില്ലേ എന്ന് പറയുവാണ് ദേവയാനി. കേട്ടല്ലോ അനാമികെ, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇത്രയും ലക്ഷം വാങ്ങിച്ചെടുക്കാൻ ഈ മൂർത്തിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത് ഞാൻ ചെയ്യാത്തത് നീ ഇവിടത്തെ ചെറിയ മരുമകളായതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ തന്നെ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ദേവയാനിയുടെ സ്വർണം വിറ്റ ആ കാശുമായിട്ടായിരിക്കണം. 85 ലക്ഷം തികച്ചുണ്ടായിരിക്കണം. അതിൽ നിന്ന് 1 രൂപ പോലും കുറയാൻ പാടില്ല. അത് ദേവയാനിക്ക് തിരിച്ചു കൊടുക്കുന്ന നിമിഷം നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അല്ലാതെ നീ ഈ വീടിന്റെ പടി ചവിട്ടാൻ പാടില്ല. മോനെ അനി, ഇവളെ കൊണ്ടുവിട് എന്ന് മുത്തശ്ശൻ കൽപ്പിക്കുവാണ്. അത് കേട്ട് നയന വന്ന്, ഈ പാതിരാത്രി അനാമികയെ ഇറക്കി വിടുന്നത് ശരിയല്ല മുത്തശ്ശ, നാളെ രാവിലെ ചെയ്താ പോരെ എന്ന് ചോദിക്കുമ്പോ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നയനെ, നീ എന്തിനാ അനാമികയുടെ വക്കാലത്തുമായി വരുന്നത്? അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? എടാ അനി, നീ ഇവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വാ എന്ന് ദേവയാനി കൽപ്പിക്കുവാണ്. കേട്ടയുടൻ അനി സന്തോഷത്തോടെ അനാമികയെ കൊണ്ടുവിടാനായി അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവളെ വീട്ടുമുറ്റത്ത് ഇറക്കി വിട്ട് അനി തിരിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. അനാമിക കരഞ്ഞുകൊണ്ട് വന്നത് കണ്ട് രേവതിയും വേണുവൊക്കെ ആകെ വല്ലാതായി നിൽക്കുവാണ്. മോളെ, നീ എന്താ ഈ പാതിരാത്രിയില് എന്ന് വേണു ചോദിക്കുമ്പോ സംഭവിച്ചതൊക്കെ അനാമിക അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ മോളെ സത്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ദേവയാനിയുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും 1 കാശ് പോലും നമ്മൾ എടുത്തിട്ടില്ലെന്നും നമുക്കല്ലേ അറിയൂ എന്ന് രേവതി ചോദിക്കുമ്പോ, നമ്മളെക്കാൾ പഠിച്ച കള്ളിയാമേ ആ ദേവയാനി എന്ന് പറയുന്നവള്. അവര് പ്ലാൻ ചെയ്ത് നമ്മളെ വഞ്ചിച്ചതാണ്. ഇനി 85 ലക്ഷം പോയിട്ട് 1 രൂപ പോലും അച്ഛന്റെ കയ്യിൽ എടുക്കാനില്ലല്ലോ. ഇനി എങ്ങനെ അവരുടെ മുന്നിൽ കാശ് കൊണ്ടുവെക്കും? അല്ലാതെ എന്നെ തിരിച്ചു കയറ്റില്ലെന്നാ ആ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ആകെ നാണക്കേടായി. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അനാമിക പൊട്ടി കരയുവാണ്.